സ്നേഹ, ഈ ചോറ്റാനിക്കരയിലെ ഹോട്ടൽ മുറിയിലാണ് മരിച്ച നിലയിൽ നവാസിനെ കണ്ടത്. പക്ഷെ കാണുന്ന സമയത്ത് ജീവനുണ്ടായിരുന്നു എന്ന് ഹോട്ടൽ ജീവനക്കാരൻ ആദ്യം പറഞ്ഞിരുന്നു. എന്താണ് വിശദവിവരങ്ങൾ? ഹോട്ടൽ ജീവനക്കാരോട് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നോ? മോത്തി, ഇന്നലെ രാത്രി ഏകദേശം 9 മണിയോട് കൂടിയാണ് കലാഭവൻ നവാസിന് ചോറ്റാനിക്കരയിലുള്ള ഒരു സ്വകാര്യ ഹോട്ടലിൽ വെച്ച് അന്ത്യം സംഭവിക്കുന്നത്. പ്രകമ്പനം സിനിമയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഷൂട്ടിംഗ് ഈ ചോറ്റാനിക്കരയിൽ പുരോഗമിക്കുകയായിരുന്നു. അതിനായി അദ്ദേഹം ഇവിടെ എത്തിയതായിരുന്നു. ഏകദേശം 2 ആഴ്ചത്തോളമായിരുന്നു അദ്ദേഹത്തിന് ഈ സിനിമയിലുള്ള ഷെഡ്യൂള്. ഇന്നലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഷെഡ്യൂള് പൂർത്തിയായത്. സഹപ്രവർത്തകരുമൊത്ത് അതിനുശേഷം വീട്ടിലേക്ക് മടങ്ങാനിരിക്കുകയായിരുന്നു. ഈ ചെക്കൗട്ട് സമയമായപ്പോഴേക്കും അദ്ദേഹത്തെ കാണാതിരുന്നത് കൊണ്ട് ഈ ഹോട്ടലിലെ ഒരു ജീവനക്കാരൻ അദ്ദേഹത്തിന് മുറിയിലെത്തി പരിശോധന നടത്തിയിരുന്നു. അപ്പോഴായിരുന്നു അദ്ദേഹത്തെ മുറിയിൽ താഴെ വീണ് കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. കതക് തുറന്ന നിലയിൽ തന്നെയായിരുന്നു. ശേഷം ഈ ജീവനക്കാരൻ അദ്ദേഹത്തിനെ അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ ജീവൻ ഉണ്ടായിരുന്നെന്നാണ് പറഞ്ഞിരുന്നത്. ഉടനെ ഈ ഹോട്ടലിലെ ജീവനക്കാരും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും എല്ലാം ചേർന്ന് ഈ ചോറ്റാനിക്കരയിൽ തന്നെയുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോവുകയായിരുന്നു. പക്ഷേ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും നിർഭാഗ്യവശാൽ അന്ത്യം സംഭവിച്ചിരുന്നു. അതിനുശേഷം രാത്രിയോടുകൂടി തന്നെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരുന്നു. 8:00 തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കും. അതിനുശേഷം 10 മണിയോടുകൂടി തന്നെ പോസ്റ്റ്മോർട്ടം നടപടികളും ആരംഭിക്കും. അതിനുശേഷം പോലീസ് ഈ സംഭവം നടന്ന ഈ സ്വകാര്യ ഹോട്ടലിലെത്തി പരിശോധനകൾ നടത്തും. അദ്ദേഹത്തിൻ്റെ മരണത്തിൽ യാതൊരുവിധ സംശയമില്ല. പക്ഷേ ഒരു നടപടിക്രമം എന്നോണം തന്നെയാണ് ഈ പോലീസ് ഈ സ്വകാര്യ ഹോട്ടലിലെത്തി പരിശോധന നടത്തുന്നത്. ഏതായാലും കലാരംഗത്ത് വലിയ രീതിയിലുള്ള നഷ്ടം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. സ്റ്റേജ് ഷോകളിലൂടെയും മിമിക്രിയിലൂടെയും സിനിമകളിലൂടെയും സീരിയലിലൂടെയും ഒക്കെ തന്നെ ഈ പ്രേക്ഷകരുടെയൊക്കെ ഇഷ്ട താരമായി മാറിയ ഒരു വ്യക്തി തന്നെയായിരുന്നു കലാഭവൻ നവാസ്. അദ്ദേഹത്തിൻ്റെ കലാപാരമ്പര്യമൊക്കെ തന്നെ നമുക്കറിയാവുന്നതാണ്. അച്ഛൻ, അതുപോലെ തന്നെ ജ്യേഷ്ഠൻ, ഭാര്യ, ഒരു കലാകുടുംബം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. 1992 മിസ്റ്റർ ആൻഡ് മിസ്സിസ് എന്ന ചിത്രത്തിലൂടെയാണ് സിനിമാ രംഗത്ത് കുറിച്ചത്. ഈ കോമഡി രംഗങ്ങളിലൂടെ ഒക്കെ തന്നെ ഈ പ്രേക്ഷകരുടെയൊക്കെ മനം കവർന്ന ഒരു ഇഷ്ടതാരമായി അദ്ദേഹത്തിന് മാറാൻ സാധിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, ഈ ഒരു കലാകാരൻ എന്ന നിലയിലല്ലാതെ അദ്ദേഹത്തെ വ്യക്തിപരമായി അറിയാവുന്നവരൊക്കെ തന്നെയും അദ്ദേഹത്തിൻ്റെ ഈ ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു. വളരെ സ്നേഹത്തോടു കൂടി തന്നെ എല്ലാവരോടും ഇടപഴകുന്ന ഒരു രീതിയാണ് എന്ന് തന്നെയാണ്. ഒരു വ്യക്തി എന്ന നിലയിലും ഒരു കലാകാരൻ എന്ന നിലയിലും തികച്ചും. കലാഭവൻ നവാസിന്റെ ഭൗതികദേഹം സൂക്ഷിച്ചിരിക്കുന്ന ആശുപത്രിയിൽ നിന്നാണ്. വിഷ്ണു, എപ്പോൾ കൃത്യം 8:30 തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകുമോ, ആരംഭിക്കുമോ? വിശദവിവരങ്ങൾ എന്താണ്? ബന്ധുക്കളും സുഹൃത്തുക്കളുമായി ആരെങ്കിലുമൊക്കെ ആശുപത്രി പരിസരത്തുണ്ടോ ഇപ്പോൾ? മുത്തി, നിലവിൽ നമ്മളിപ്പോൾ ഉള്ളത് കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ്. കളമശ്ശേരി മെഡിക്കൽ കോളേജിൻ്റെ മോർച്ചറിയിലാണ് ഇപ്പോൾ കലാഭവൻ നവാസിൻ്റെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. നമുക്ക് ലഭിച്ച വിവരപ്രകാരം 8:30 പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ വിവരം ലഭിച്ചിരിക്കുന്നത്. ഏതായാലും ചോറ്റാനിക്കര പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ ഒരു മരണം സംഭവിച്ചതിനാൽ തന്നെ അവിടെ നിന്നും ചോറ്റാനിക്കര പോലീസ് എത്തി ഇൻക്വസ്റ്റ് അടക്കമുള്ള ആ ഒരു പോസ്റ്റ്മോർട്ടത്തിന് മുന്നോടിയായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഭാഗമായി ചോറ്റാനിക്കര പോലീസ് അല്പം സമയത്തിനകം തന്നെ ഇവിടെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചേരുമെന്നൊരു വിവരമാണ് ലഭിക്കുന്നത്. ശേഷം ആ നടപടിക്രമങ്ങൾക്ക് ശേഷം തന്നെ ആദ്യ പോസ്റ്റ്മോർട്ടം നടത്തുന്ന ആദ്യ ഒരു മൃതദേഹമായി നവാസിൻ്റെ മൃതദേഹം പരിഗണിക്കും. അതിനുശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ഏകദേശം ഒരു 2 മണിക്കൂറോളം വരെ നീളാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിനുശേഷം ഉച്ചയോടുകൂടി തന്നെ പോസ്റ്റ്മോർട്ടത്തിൻ്റെ നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കാനാണ് ഇപ്പോൾ തീരുമാനമായിട്ടുള്ളത്. അതിനുശേഷം മൃതദേഹം ആലുവയിലുള്ള നവാസിൻ്റെ വസതിയിലേക്കാണ് കൊണ്ടുപോവുക. ആലുവയിലുള്ള വസതിയിൽ അവരെ ബന്ധുക്കൾക്കും തൊട്ടടുത്തുള്ള അയൽവാസികൾക്കും മറ്റുമായിട്ടുള്ള ഒരു ചെറിയ പൊതുദർശന ചടങ്ങ് അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം വൈകിട്ടോടുകൂടി 3:30-4 മണിയോടുകൂടി തന്നെ ആലുവ ജുമാ മസ്ജിദിലാണ് ഇപ്പോൾ ഖബറടക്കം നിശ്ചയിച്ചിട്ടുള്ളത്. ആലുവ ജുമാ മസ്ജിദിൻ്റെ ഓഡിറ്റോറിയത്തിൽ മറ്റു പൊതുദർശനം, അതായത് സാംസ്കാരിക രംഗത്തും മറ്റുമുള്ള പുറത്തുനിന്നുള്ള ആളുകൾക്ക് ഉൾപ്പെടെയുള്ളവർക്ക് ആദരമർപ്പിക്കാനായി മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. 3:30 ആ മൃതദേഹം ആലുവയിലെ ജുമാ മസ്ജിദിൻ്റെ ഓഡിറ്റോറിയത്തിലോട്ട് മാറ്റുമെന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്.